ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഇത്തിരി ഒരു 10 മിനിറ്റ് നേരം വൈകിട്ടാണെങ്കിലും 6:10 ഒന്ന് കിച്ചണിലെത്തുമ്പോൾ ഇന്ന് എണീറ്റതൊക്കെ കറക്റ്റാണ്. പിന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അത് 6:10 ഞാൻ പണി തുടങ്ങിയപ്പോൾ. ഇനി ഇത്തിരി സ്പീഡായിരിക്കും. ശരിക്കും 6:30 എണീറ്റിട്ട് പണി തുടങ്ങിയാൽ തന്നെ മതി. പക്ഷേ ഈ വീഡിയോ എടുക്കാനുള്ള കാരണമാണ് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത്. സൂര്യൻ 8:25 ആകുമ്പോൾ പോയാൽ മതിയല്ലോ. അപ്പോൾ ധൃതി കൂട്ടിയിട്ട് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് കുറേ ടൈം വേണം. അത് കാരണമാണ് ഈ 6 മണിക്ക് എണീറ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് വൈകിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ സൂര്യൻ അവിടെ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ റൂമിൽ പോയി ഞാനൊരു കെട്ടിപ്പിടിച്ചൊക്കെ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് വന്നതാണ്. മറ്റത് ഞാൻ എണീറ്റതിന് ശേഷമാണ് അവൻ എണീക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് അവൻ വരും, കിച്ചണിലേക്ക് വന്നിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുക. ഇതിപ്പോൾ ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോൾ അവനിരുന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ അവിടെ അവൻ്റെ റൂമിൽ ചെന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നതാണ്. ഇന്ന് കറി ചക്കക്കുരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ ഇന്നലെ തന്നെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചക്ക കിട്ടിയതാണ്, ഈ വർഷത്തെ ആദ്യത്തെ ചക്ക. മൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെച്ചു. ഉപ്പേരി എന്ന് പറയുന്നതിൽ വറവല്ല കേട്ടോ, ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഉള്ളി മുളകൊക്കെ ചതച്ചിട്ടിട്ടുള്ളത്, ചോറിലേക്ക് സൈഡിൽ കഴിക്കാനുള്ളത്, അതുണ്ടാക്കി. അപ്പോൾ ആ കുരു ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ആക്കി വെച്ചു. രാവിലെ അതിൻ്റെ മുകളിൽ നിന്ന കുറേ ഒരു പണിയല്ലേ. അപ്പോൾ ചക്കക്കുരു മാങ്ങയും കൂടിയിട്ടുള്ള കറിയാണിന്ന്. അത് പിന്നെ സ്ഥിരമുള്ള എല്ലാ കറികളും തേങ്ങ അരച്ച് വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചക്കക്കുരു മാങ്ങപ്പം തന്നെ ഇടുന്നില്ല, ചക്കക്കുരു അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കണം, ഉപ്പിട്ടിട്ട് വേവിക്കണം. പിന്നെ ബാക്കി നമ്മൾ കറികളൊക്കെ ചെയ്യില്ലേ, തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു ജീരകം ഇടണോ, ചെറിയ ഉള്ളി ഇട്ട് അരയ്ക്കണം. പിന്നെ ആ സമയത്താണ് മാങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർക്കുന്നതിൻ്റെ മുൻപ് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ചില മാങ്ങകൾ പെട്ടെന്ന് ഉടയും, ചിലതധികം ഉടയില്ല. അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്തിട്ട് തേങ്ങ ചേർക്കണം, പിന്നെ വറവിടണം. അങ്ങനെയൊക്കെ ഒരു രീതി. അത് ഒരുവിധം എല്ലാ പച്ചക്കറികളും ഈ ഒരു രീതിയിലാണല്ലോ വെക്കുക നമ്മൾ. അപ്പോഴേക്കും അരി തിളച്ചിട്ടുണ്ട്. അത് ഇനി തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാണ്. 1.5 kg കേട്ടോ ഇത്. തെർമൽ കുക്കർ ബ്രാൻഡ് ക്യൂബി എന്നാണ്. കുറേ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ഇത് നല്ലൊരു സൗകര്യമുള്ള കാര്യമാണ് കേട്ടോ. ഈ തെർമൽ കുക്കറിൽ വെക്കുന്നേക്കാളും എനിക്ക് സൗകര്യമായിട്ട്, ഞാൻ കുറേ കാലം കുക്കറിൽ വെച്ച ആളാണ്, അതിനേക്കാളും എനിക്ക് സൗകര്യം തോന്നുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ മട്ട റൈസ് ആയ കാരണമാണ് രാവിലെ എന്താ പറയുക, രാവിലെ തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇറക്കി വെച്ച് പിന്നെ അത് വാർക്കുക. അപ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 1.5 മണിക്കൂർ ടു 2 മണിക്കൂർ, ആ ഒരു ടൈം മതി ചോറ് വേവാനൊക്കെ. പക്ഷേ വേറൊരു കുറുവ റൈസ് ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ അത് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ. അതാണെങ്കിൽ ഇത്ര ടൈമൊന്നും പോരാ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുൻപ് അങ്ങനെ ഇതിലിറക്കി വെച്ചതിന് ശേഷം പിന്നെ രാവിലെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വാർത്താൽ മതി. അപ്പോഴും നല്ല ചോറായിരിക്കും കേട്ടോ. ഇന്ന് പുട്ടിലേക്ക് സ്റ്റൂ ആണ്. അത് കപ്പ യൂസ് ചെയ്തിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. എളുപ്പമാണ്, വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട, ഈ കപ്പ മാത്രം മതി. പിന്നെ ഇഞ്ചി ഇടും കേട്ടോ. ഇഞ്ചി ഇട്ടാൽ കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ചിലതിലൊന്നും പറ്റില്ല. അത് കാരണം ഞാൻ ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന് ഇഞ്ചിനൊന്ന് പിടിച്ച് പുറത്തിട്ടു. അധികം ചേർക്കാതെ അപ്പോൾ ആ ടേസ്റ്റ് ഓക്കെ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചുകൂടി എനിക്കിങ്ങനെ നല്ലത് തോന്നി. കപ്പ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതിനെടുത്ത് ക്ലീനാക്കി മുറിച്ച് പിന്നെ ഫ്രീസറിലേക്ക് വെച്ചു, സിപ്ലോ കവറിലിട്ടിട്ട്. മറ്റേതേ അത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം, 2-3 ദിവസമൊക്കെ ഇരുന്ന് അതിൽ കൂടി ഒരു നീല കളർ ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് അത് ഒരു ഏറെ കേട് വരുന്നതിൻ്റെ അങ്ങനെ വേറൊരു കളറിലേക്ക് മാറും ചിലപ്പോൾ. അല്ല അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ അതൊരു വലുത് ഇങ്ങനെ ഒരു വൃത്തി എന്തോ അതൊരു സുഖമില്ലാത്ത പോലെ തോന്നും അതിന് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിനെ ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്ന, അപ്പോൾ കാണാനും എടുക്കാൻ പിന്നീടൊരു എടുത്ത് ഉപയോഗിക്കാനും അതെല്ലാം നല്ല സൗകര്യമായിട്ട് അതങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ ചെയ്തത്. ഈ ചോപ്പർ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ലതാണ്. ഇത്രയും ഗൾഫിൽ ഞാൻ ഇവിടെ കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്രയായില്ലേ, നല്ലതാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമൊന്നും അറിയില്ല. ഞാൻ അവിടെ ലുലുന്ന് എവിടുന്നോ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ബ്രാൻഡ് നെയിമൊന്നും അതിൽ കാണുന്നില്ല. ഇനി ഇതിൽ ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഉപ്പേരിയിലേക്ക് തേങ്ങ ഇടുമല്ലോ, തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും. ഇതിൽ തന്നെ വെച്ചിട്ട് അങ്ങ് എടുക്കുക ചെയ്യുക.
ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ള കടായിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് നിങ്ങളുടെ ഊറ്റിയെടുക്കുകയാണ്. കപ്പ മാത്രമായിട്ട് ഊറ്റിയെടുക്കുകയാണ്. എന്നിട്ട് വെള്ളം കളയുക. അപ്പോൾ അതിലേക്ക് പിന്നെ ഇനി ആ കഷ്ണം ഇത് കുറച്ച് കഷ്ണം എടുത്താൽ മതി. വളരെ കുറച്ച് കഷ്ണം ഉപയോഗിച്ചാൽ മതി സ്റ്റൂ വെക്കാൻ. ഇത് ഞാൻ 2 നേരത്തിനായ കാരണമാണ് ഇത്ര കുറച്ചെങ്കിലും അധികം ഉള്ളത്. അല്ലെങ്കിൽ അതിങ്ങനെ കൊഴുത്ത പോലെ ഇരിക്കും ആകെ. അതിലേക്ക് ഇനി പച്ചമുളകും തേങ്ങാപ്പാലും അങ്ങനത്തെ പണികളേ ഉള്ളൂ. തേങ്ങാപ്പാൽ ഒഴിക്കുക, പിന്നെ കുരുമുളക് ഇടുക, സാധാ സ്റ്റൂ വെക്കുന്ന പോലെ തന്നെ. ഇഞ്ചി ഞാൻ ഒഴിവാക്കിയല്ലോ. ഇഞ്ചി ഇട്ടാൽ കുറച്ചുകൂടി ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ഏട്ടൻ തേങ്ങ വെട്ടുന്നുണ്ട്. എന്ന് വേഗം വെള്ളം കുടിക്കുന്നത്. ഞാൻ രാവിലെ വെള്ളം കുടി കുറച്ച് കുറവാണ്. സാധാ വെള്ളം എപ്പോഴും തേങ്ങ വെള്ളം ഉണ്ടായിരിക്കും. തേങ്ങ എന്തായാലും രാവിലെ ഒരു വെട്ടലുണ്ടല്ലോ, അധിക ദിവസം ആ വെള്ളമാണ് കുടിക്കുക. മറ്റേ രാവിലെ എഴുന്നേറ്റുള്ള വെള്ളം കുടി ചിലപ്പോൾ എനിക്കൊരു ഓർമ്മ വരുമ്പോൾ ശരിക്കും നല്ലതാണ് കേട്ടോ രാവിലെ വെള്ളം കുടിക്കുന്നതൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും അതങ്ങനെ മറന്നു പോകും. പക്ഷെ ഇങ്ങനെ തേങ്ങ വെള്ളമുള്ള കാരണം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഏട്ടൻ എഴുന്നേറ്റ് തേങ്ങ വെട്ടി ചിരകാൻ കുറച്ച് വൈകിയ കാരണം കറി ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. തേങ്ങ ചേർക്കാനുള്ള പണികളൊക്കെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റൂ അതെ, അതിൽ തേങ്ങാപ്പാൽ എടുക്കണ്ടേ. ഇപ്പോൾ ബീറ്റ്റൂട്ടിലേക്കുള്ള തേങ്ങ മാത്രമേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് റെഡിയാക്കി. ബാക്കിയുള്ളതൊക്കെ ഇനി തേങ്ങ ചിരവിയിട്ട് കിട്ടിയിട്ട് വേണം. എൻ്റെ ഏതൊരു വീഡിയോൻ്റെ താഴെ ഞാനിങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ ക്ലീനിങ് ഒക്കെ നടത്തി ഒപ്പം പണി കഴിയുമെന്നുള്ളതിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റൗവിന് മുകളിൽ വെച്ചിരിക്കുന്നതൊക്കെ കരിഞ്ഞു പോകില്ലേ. അപ്പോൾ അത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് അതിൽ കമൻറ്റ് ഇടാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ പാലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് തിരിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ അത് തിളച്ച് പോവുക അതൊക്കെ ആയിപ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബീറ്റ്റൂട്ട് തോരൻ വെച്ചു, അതിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ പോയി നിൽക്കണ്ടല്ലോ. അതേപോലെ കറിക്ക് എന്തെങ്കിലും വെച്ചിരിക്കുക അത്. അപ്പോൾ ആ സ്റ്റൗവിൻ്റെ മുകളിൽ എന്താ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് മാറി നിൽക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ അപ്പോൾ വന്നിട്ട് പാത്രം കഴുകുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്തങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നതാണ് അത്. അതേപോലെ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റയിലായാലും എല്ലാം പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഷെവിയുടെ വീഡിയോ കണ്ടിട്ട് അവരും കുറേ മാറ്റം വന്നു. കിച്ചൺ ക്ലീനിങ്ങിലായാലും മറ്റേ ലൈഫ് സ്റ്റൈലിലായാലും ഡ്രസ്സിങ്ങിലായാലും എല്ലാം കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറി തുടങ്ങി അവരൊന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നമ്മൾ കാരണം ഒരാൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പുതിയ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ അവർ എന്താ പറയുക ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ ഏട്ടൻ തേങ്ങ ചിരവാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ചക്കക്കുരു എന്ത് കിട്ടിയിട്ടാണ് അതിലേക്ക് മാങ്ങ നുറുക്കിയതും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. എരിവിന് അധികം പച്ചമുളകാണ് ഇടുന്നത്. മുളക് പൊടി കുറച്ചിട്ടെടുത്താൽ മതി. ഇനി മാങ്ങ ഒന്ന് വേവുമ്പോഴേക്കും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചിരവിയത് ഏകദേശമൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. കറിയിലേക്കുള്ളതും സ്റ്റൂവിലേക്ക് തേങ്ങാപ്പാൽ എടുക്കണമല്ലോ. അത് ശരിക്കും തേങ്ങാപ്പാൽ 2 ആയിട്ട്, അതായത് 1-ാം പാൽ എടുക്കുക പിന്നെ 2-ാം പാൽ എടുക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ മറ്റേ സ്റ്റൂ വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ശരിക്കും ഇത് കപ്പയാകുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒന്നിച്ചങ്ങ് അടിച്ചെടുക്കും. എന്നിട്ട് ഒന്നിച്ച് അതിന് പാലിങ് എടുക്കുക ചെയ്യുക. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ 2ആയിട്ടൊന്നും എടുക്കാറില്ല. ഉള്ളിയും ജീരകമിട്ട് ചെറിയ ഉള്ളിയും ചെറിയ ജീരകമിട്ട് അരച്ച തേങ്ങ ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റേ കപ്പ ഞാൻ ഊറ്റിയെടുത്തില്ലേ, അതൊന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് തിളയ്ക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, എരിവിന് പച്ചമുളകാണ് അതൊക്കെ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കണം. ആ ഊറ്റിങ് എടുത്തതാണല്ലോ. എന്നിട്ട് അതിലേക്ക് പിന്നെ ഒന്നുകൂടി ഇങ്ങനെ വേറെ പാത്രത്തിലിട്ടിട്ടാണ് ഞാനിപ്പോൾ തിളപ്പിക്കുന്നത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുത്താൽ ഇതിലേക്ക് ഇഞ്ചി ടേസ്റ്റൊക്കെ തന്നെയാണ്, ഞാൻ ഒഴിവാക്കിയതാണ്. ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് തിളച്ച് പച്ചമുളകൊന്നും വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ സ്റ്റൂ വെക്കുമ്പോൾ അതിൽ കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ളത്, തീരെ പൊടിയായിട്ട് ഉള്ളത് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്ന് ചതച്ച പോലത്തുള്ള കുരുമുളക് ഇട്ടാലാണ് ടേസ്റ്റ്. അതിങ്ങനെ കടിക്കുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്കില്ല. പിന്നെ അത് പാകമായിട്ടുണ്ടെങ്കിൽ, വെള്ളമൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ അതിൽ വേപ്പിലിട്ട് കൊടുക്കണം. ചെറുതായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ കോഴി കൊടുക്കണം. അത്രേ ചെയ്യേണ്ടത്. എളുപ്പമുള്ള പണിയാണ് ഇത്. ചക്കക്കുരു മാങ്ങയിലേക്കുള്ള വറുത്തിടുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് അതിൽ ഉലുവയിട്ട് വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഇത് പുട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ
ചിലപ്പോൾ മാത്രമാണ് മറ്റേ പുട്ടുപൊടിയൊക്കെ വാങ്ങിച്ചിട്ട്, അത് എളുപ്പം തന്നെയാണ്. ഇത് പിന്നെ എനിക്ക് ശീലമായ കാരണം ഇതും എളുപ്പമായിട്ട് തോന്നുന്നതാണ്. പുട്ടുപൊടി ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇത് പിന്നെ സാധാ അരിപ്പൊടി അതിൽ ഇങ്ങനെ ചോറ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എൻ്റെ പുട്ടിന് മാറ്റമൊന്നുമില്ല കേട്ടോ, ഇപ്പോഴും പുട്ടുകുറ്റിയൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ സ്റ്റീമർ വെച്ചിട്ട് തന്നെയുള്ള പുട്ട് തന്നെയാണ്. പുട്ടിൻ്റെ ഷേപ്പില്ലാന്നേ ഉള്ളൂ, ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ അത് കഴുകാനും നല്ല ഈസിയാണ്. ഈ പുട്ടും കൂടെ കഴുകണേക്കാളും ഈസിയാണ് സ്റ്റീമർ കഴുകാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് സ്റ്റൂവിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടായിട്ടൊന്നും എടുക്കുന്നില്ല, ഒന്നിച്ചങ്ങ് അടിച്ചിട്ട് തേങ്ങാപ്പാലങ്ങ് എടുക്കുന്നതാണ്. ഇപ്പോൾ സൂര്യന് നേരത്തെ 8:30 ഇപ്പോൾ ഇറങ്ങാനുള്ളതല്ലേ, 8:25 ഇറങ്ങാനുള്ളതല്ലേ. അപ്പം ഞാൻ അവനുള്ള കട്ടൻ ചായ ആദ്യം വെച്ചിരിക്കുകയാണ്. ഇതെന്താ അവന് കട്ടൻ ചായ ആണോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്ന കേട്ടു. ഇവിടെ അങ്ങനെ കട്ടൻ ചായ ഇന്നയാൾക്ക് കുടിക്കാൻ പാടില്ല, കുട്ടികൾക്ക് കുടിക്കാൻ പാടില്ല, വലിയ ആൾക്കാർക്കേ കുടിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയാണോ അങ്ങനെ. കട്ടൻ ചായ ആണെങ്കിൽ അത്, പാൽ ചായ ആണെങ്കിൽ അത്, പാലാണോ അവന് കൊടുക്കാൻ ഇഷ്ടം ആ സമയം ചില ദിവസം പാല് കൊടുക്കും. അങ്ങനെ പാല് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇരിക്കലിപ്പോൾ നടക്കും തോന്നണില്ല. ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി വൈകിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ചില ദിവസമാണ് അങ്ങോട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ എടുക്കാത്ത ദിവസമൊക്കെ മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അവൻ ഇപ്പോൾ 8:25 സ്കൂളിൽ പോണ ദിവസമാണെങ്കിലും ഒരുമിച്ചാണ് കഴിപ്പ്. പക്ഷേ ചില ദിവസം അങ്ങോട്ട് എത്തില്ല. ഇന്നിപ്പോൾ കുറച്ച് വൈകിട്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത് പണികളൊക്കെ. ഇപ്പോൾ ഈ ആഴ്ചയായിട്ട് അവൻ എന്നും സ്കൂളിൽ പോകണ്ട. അവിടുന്ന് ഇങ്ങനെ മെസ്സേജ് വരും, ഇന്ന ദിവസം എന്തെങ്കിലും ക്ലാസ് ഉള്ള ദിവസം, സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിന് പ്രത്യേക ഒരു ക്ലാസ്സൊക്കെ ഉള്ള ദിവസം മാത്രം ചെന്നാൽ മതി. അല്ലാത്തതിന് സ്റ്റഡി ലീവിന് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള, അതായത് പാരൻസ് കുട്ടികൾ വീട്ടിലിരുന്ന് പഠിച്ചോളും എന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ സ്കൂളിലേക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അങ്ങനെ ഡെയിലി പോകുന്നും വേണ്ട. അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞ ദിവസമാണ്, അതാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ സൂര്യൻ സ്കൂളിലേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോട്ടെ. അപ്പോഴേക്കും കട്ടൻ ചായ വേറെ ഒന്നും ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് തണുത്ത് പോകില്ലേ. അപ്പോൾ കട്ടൻ ചായ വേറെ. ഈ പാത്രം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണെന്ന് പറയുക, ഗിവ് എവേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ രസമുണ്ട്, ഗിവ് എവേക്ക് ഒരാളെ വന്നിട്ടുള്ളൂ, 3 പേർക്കുള്ളത് ഉണ്ടായിരുന്നില്ലേ ഒരാൾ. അപ്പോൾ ഞാൻ മറ്റു 2 പേരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യും, പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്യുമെന്ന്. അപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഒരാൾക്ക് കൊടുത്തു, അത് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേട്ടോ. അയച്ചു കൊടുത്തത് പത്തനംതിട്ടക്കാരായിരുന്നു. അവർക്ക് അന്ന് ചായ ഉണ്ടാക്കുന്ന ഗ്ലാസ് ക്രാഫ്റ്റ് ഇല്ലേ, അത് കിട്ടാത്ത കാരണം അന്നത് അവരുടെ അടുത്ത് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് കാസ്റ്റ് അയണിൻ്റെ മറ്റേ വണ്ടർ ഷെഫിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കടായി, അതും പിന്നെ നെസ്റ്റാഷ്യേൻ്റെ ഗ്ലാസ് സ്റ്റോറേജ് ബോക്സസ് ഇല്ലേ, അതുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ആമസോൺ ത്രൂ ആണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അവർ അഡ്രസ്സ് തന്നു, അത് ആമസോൺ ത്രൂ അവർക്ക് അയച്ചു കൊടുത്തു. അത് ഞായറാഴ്ചയാണ് അയച്ചു കൊടുത്തത്. ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് 2 വിന്നേഴ്സ് എനിക്ക് തോന്നുന്നു അവർ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ കമൻറ്റ് ഇട്ടു എന്നേ ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഗിവ് എവേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ശ്രദ്ധിച്ച് കാണില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടു, അതിനൊരു കമൻറ്റ് ഇട്ട് പോയി, അങ്ങനെ ആയിരിക്കും. ഞാനും അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇന്നതുപോലെ ചെയ്യണം, ചില പല റൂൾസ് ഉണ്ടായിരിക്കും ചില ഗിവ് എവേക്കൊക്കെ അങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിൽ ജസ്റ്റ് ഒരു ഇമോജെങ്കിലും ഇടുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ആയിരുന്നോ ഞാൻ ചെയ്തത്. ആർക്കും അങ്ങനെ ഒരുപാട് പണിപ്പെട്ടിട്ട് ഒന്നും ഇതിൻ്റെ മുകളിൽ ആരെയും ചടപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഒരു ഗിവ് എവേ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈസി ഒരു മെത്തേഡ് ഞാൻ എടുത്തത്. അപ്പോൾ അവർ അറിഞ്ഞു കാണില്ല, ചിലപ്പോൾ ഗിവ് എവേ ആ രീതിയിലല്ല അവർ കമൻ്റ് ഇട്ടതുണ്ടാവുക. അപ്പോൾ നമുക്കതങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കിനി ഇപ്പോൾ 75K മെമ്പേഴ്സ് ആവുകയാണ് നമ്മൾ. അപ്പോൾ 100K ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്യാം. ഏതായാലും 2 ഗിവ് എവേ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാം. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ചെടിയില്ലേ, ഈ നിൽക്കണ, അയ്യോ അത് വെട്ടിക്കളഞ്ഞ, അത് ഏറ്റവും വെട്ടിക്കളഞ്ഞല്ലോ ഉണങ്ങിയത്. ഈ ചെടി മനസ്സിലായ,
അതെ, അറ്റം എന്നല്ല, അതിൻ്റെ ഇല ഇങ്ങനെ മൊത്തം ഉണങ്ങി പോകുന്നു. ഇത് ഇതായിരുന്നു ആദ്യം ഉണക്കം വന്ന്, അത് വെട്ടി. പിന്നെ ആ ഉണങ്ങിയ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ ഇന്നലെയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാനത് വെട്ടാതെ നിർത്തിയിരിക്കുകയായിരുന്നു, വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ. അതിന് എന്താ കാര്യം, എങ്ങനെയാണ് അത് ശരിയാവുക? പക്ഷേ ഏട്ടനത് ഇന്ന് രാവിലെ വെട്ടിക്കളഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഈ ചെടി ഉണങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ ഈ പണികളൊന്നും ഞാൻ എന്നും ചെയ്യണതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ഇലകളൊക്കെ ഒന്നിങ്ങനെ മഞ്ഞ കളറൊക്കെ ആവുന്ന ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലോ 10 ദിവസം കൂടുമ്പോൾ എപ്പോഴെങ്കിലോ ഒക്കെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ ഇവിടെ നിൽക്കുന്ന ചെടിയൊക്കെ ഒന്ന് ഒപ്പം വെച്ച് വെട്ടി കൊടുക്കുക, അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൂടി ചെയ്യുന്ന പണികളേ ഉള്ളൂ. ഇപ്പോൾ ഈ ബോഗൻവില്ലയുടെ ഇടയിൽ കലാത്തിയ നിൽക്കുന്നില്ലേ ഈ സൈഡിൽ, അത് കഴിഞ്ഞ വർഷം അവിടെ നിന്നിട്ട് ആകെ വെയിൽ, അതിന് കുറച്ച് ഷെയ്ഡ് വേണം. പക്ഷേ രണ്ടാമത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്രാവശ്യത്തെ വെയിൽ കൂടുമ്പോൾ എന്താവോ എന്തോ. മറ്റേ ചെടികൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ചെടിയാണെങ്കിൽ എന്തോ ഒരു അസുഖം വന്നിട്ട് അതിനാണെങ്കിൽ അതിങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഭാഗം വീണ്ടും ഇനി തരിശായി കിടക്കുമോ എന്തോ. പിന്നെ ഈ പ്ലാന്റ്സിനെ പറ്റിയിട്ടൊക്കെ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പറയുമോ എന്തൊക്കെയാണെന്ന്. അപ്പം ഇനി ഞാൻ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനിപ്പോൾ അത് ആലോചിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ അത് പറയണമെങ്കിൽ തന്നെ എനിക്ക് അതിൻ്റെ പേരുകളൊന്നും കറക്റ്റ് അറിയില്ല. ഇനി ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഞാൻ ഓരോന്നിനെ പോയിട്ട് നോക്കേണ്ടി വരും. അതിനി ഗാർഡൻ വേറൊരു ദിവസം ഞാൻ കാണിക്കാം. അപ്പോൾ അന്നത്തേക്ക് ഞാൻ ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ചിട്ട് പേരൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പം എനിക്ക് ഈ ഇങ്ങനെ പറയാനൊന്നും ഓർമ്മയില്ല. ഇതിപ്പോൾ ആ വയലറ്റ് പൂവുള്ള ചെടി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്ന് ആ നഴ്സറി പോയി വാങ്ങിച്ചില്ലേ, അതാണ്. അതിൻ്റെ പേരും അന്ന് പറഞ്ഞെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ പറയണമെങ്കിൽ ഗൂഗിൾ ലെൻസ് വേണ്ടി വരും. കുറച്ചൊരു ട്രോപ്പിക്കൽ ഗാർഡനോട് ഇഷ്ടമുള്ള ഒരാളാണ്. അധികം പൂക്കളിനോട് ഇഷ്ടക്കുറവൊന്നുമല്ല കേട്ടോ. പൂക്കളുള്ള ചെടികൾ ആർക്കാ ഇഷ്ടമില്ലാത്തതുണ്ടാവും അല്ലേ. പക്ഷേ ട്രോപ്പിക്കൽ, അതായത് ഇലകൾ കൂടുതലുള്ള ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ, ട്രോപ്പിക്കൽ വീടും ട്രോപ്പിക്കൽ ഗാർഡനും മൊത്തം ഒരു ട്രോപ്പിക്കൽ ടച്ചാണ് ഇവിടെ. ഇഷ്ടം കൂടുതൽ അതിനോടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കൂടിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല വെയിലാവുമല്ലോ വിചാരിച്ചിട്ട് വേഗം മുറ്റടിക്കാനും ഇതിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി കുറച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉണ്ട്, പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഈ കിച്ചൺ കിച്ചൺ ക്യാബിനകത്തുള്ള ഡിഷ് റാക്ക് മുൻപ് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട്. ഈ കിച്ചൺ സിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്, അതിന് മുകളിൽ അങ്ങ് കയറ്റി വെച്ചാൽ മതി. ഞാൻ ആ കിച്ചൺ സിങ്ക് അധികം യൂസ് ആക്കാറില്ല. ഇങ്ങനെ പാത്രങ്ങൾ നിറച്ചൊന്നും ഇട്ട് കഴുകണതൊക്കെ അതിനകത്താണ്. ഇതിലൊക്കെ എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം, ചെറുതായ ഒരു ആവശ്യത്തിന് മാത്രമാണ് ഇതിൽ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഞാൻ അതിനുള്ളിൽ കൊണ്ടുവന്ന് വെക്കുക ചെയ്യുക. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ സൗകര്യം പോലെ എടുത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് ഒതുങ്ങി അങ്ങ് ഇരുന്നോളുമല്ലോ, പാത്രങ്ങൾ നിറച്ച് അവിടെ ഇവിടെയും കിടക്കില്ല. പിന്നെ വർക്ക് ഏരിയയിൽ തന്നെ ഒരായിക്കേൻ്റെ ഡിഷ് റാക്ക് കണ്ടില്ലേ, അതിലാണ് മിക്ക പാത്രങ്ങളും വെക്കുക. അത് കാണുമ്പോൾ ചെറുതാണെങ്കിലും കുറേ പാത്രങ്ങൾ കൊള്ളും അതിൽ. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറിയും ഉപ്പേരിയും പുട്ട് ബാക്കി വന്നതും ഒക്കെ പാത്രത്തിലാക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് വെക്കും. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ് യൂസ് ആക്കുക. അത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യും. അത് ഞാൻ ഇങ്ങനെ എന്താ പറയുക, കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെയാണ് എടുത്ത് വെക്കുക. അല്ലാണ്ട് അത് ചൂടാറുന്ന വരെ കബോർഡിനകത്ത് എടുത്ത് വെക്കുക അതൊന്നുമില്ല. കാണാനൊരു ഭംഗിയുള്ള പാത്രങ്ങളിലാണ് ഞാൻ എല്ലാം ചെയ്യുന്ന കാരണം കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഭംഗിയായിട്ടോ ഒന്നും തോന്നുന്നില്ല. ചിലവർക്ക് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതായിരിക്കും ഇഷ്ടം, അവർക്ക് അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ഓരോ രീതികളാണ് കേട്ടോ അതൊക്കെ. പിന്നെ വലിയ വലിയ പാത്രങ്ങൾ, കുക്കർ അതുപോലത്തെ പാത്രങ്ങളൊക്കെ ഞാൻ ഇതേപോലെ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒന്ന് കൊണ്ടുവന്ന് വെക്കും. വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയാൽ വേഗം എടുത്ത് വെക്കും. അതിങ്ങനെ അകത്തിങ്ങനെ കമഴ്ത്തി വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടില്ലേ വെള്ളമൊക്കെ വാർന്നു പോകുള്ളൂ. കുറച്ച് വലിയ പാത്രങ്ങളുമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെയിലത്ത് തുറന്ന് വെക്കും. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ്, വീട് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട്, ഏത് സമയം നീറ്റായിട്ട് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി. ഈ ക്ലീനിങ് ഒക്കെ ഞാൻ ഇന്ന സമയത്തൊന്നുമില്ല. ഈ
ഇത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പൊടി കാണുന്ന സമയത്ത് അങ്ങ് തട്ടും, ചിലപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തായിരിക്കും ഇത് ചെയ്യുക. അല്ലാണ്ട് മറ്റേ അടിച്ചു വാരി തുടയ്ക്കുന്ന പോലെ ഭയങ്കര വലിയ ക്ലീനിങ് ഒന്നല്ലല്ലോ. ഈ പ്ലാന്റിൽ ഇടയ്ക്കൊന്നും അങ്ങനെ എന്താ പറയുക, ഇലകളൊക്കെ മാറ്റുക, അതിൽ വെള്ളം ഒഴിക്കുക, അതേപോലെ അത് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് പൊടി തട്ടുക, ക്ലീൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു വലിയ പണിയല്ലല്ലോ. അപ്പോൾ ഞാനത് ചിലപ്പോൾ കുളി കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന നേരത്തെ കിച്ചണിൽ നിൽക്കുമ്പോഴായിരിക്കും ചെയ്യുക. ഇന്നിപ്പോൾ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ തോന്നി, ഇങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല, അത് എപ്പോഴെങ്കിലുമൊക്കെ നടന്നിങ്ങനെ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടെ ഒരു പൊടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് പിന്നെ അവിടെ ഒന്ന് തുടച്ചാൽ പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറെ ഒന്ന് തുടയ്ക്കും. അങ്ങനെ അങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തിന് അങ്ങനത്തെ പണികളൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പണിയെടുക്കൊന്നും വേണ്ട. ഒരു ദിവസം നടന്നങ്ങ് പണിയെടുത്ത് നമ്മളങ്ങ് ക്ഷീണിച്ച് കിടന്ന് അങ്ങനെയൊന്നും ആവരുത്. ഡെയിലി നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ പൊടി തട്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതങ്ങനെ വൃത്തിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഈ വീട് ഫുൾ ക്ലീനോ എന്താ പറയുക, എപ്പോൾ വന്ന് നോക്കിയാലും എവിടെയും ഒരു മാറാല പോലും ഇല്ലാത്ത വീടൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് തട്ടി അപ്പുറത്ത് സൈഡിലേക്ക് നടക്കുമ്പോഴേക്കും എട്ടുകാലി ഒരു ഭാഗത്ത് മാറാല കെട്ടിയിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരുവിധം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണമെന്ന് മാത്രം. അതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് ഒരു ശീലത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ കനപ്പെട്ട ഒരു പണിയായിട്ടൊന്നും തോന്നില്ല. പിന്നെ അമ്മ പറയാറുണ്ട് കേട്ടോ, എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു സ്വഭാവം ചിലപ്പോൾ അതിങ്ങനെ വലുതായപ്പോഴും അങ്ങനെ അതിങ്ങനെ കൂടെ വലുതായി വന്നതായിരിക്കും. നമ്മൾ ബുക്കൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ പോകുമ്പോൾ, ബുക്സൊക്കെ ആ അക്കാദമിക് ഇയർ കഴിഞ്ഞാലും അതിങ്ങനെ ഉപയോഗിക്കാത്തൊരു ബുക്ക് പോലെ പുതുത് പോലെ ഇരിക്കുന്നു. ഞാൻ ഉപയോഗിക്കാതെ വെച്ച കാര്യമൊന്നുമല്ല, ക്ലാസ്സിൽ അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയിട്ട് പോയിരുന്നൊരു കുട്ടി തന്നെയായിരുന്നു. അതിങ്ങനെ അത് നമ്മൾ ആ ബുക്ക് എടുക്കുന്നതിലും വെക്കുന്നതിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണത്ര. അത് കൊണ്ട് നടക്കുന്നതിലും നിലത്തൊന്നും വെക്കില്ല. അതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ ബുക്സ് നോട്ട്സ് എഴുതാനൊക്കെ വാങ്ങിക്കില്ലേ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ, അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അതിലെന്തെങ്കിലും അഴുക്ക് ആ കവറിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും ഞാനതൊക്കെ അങ്ങ് മാറ്റും, എന്നിട്ട് വേറെ കവറിടും. എനിക്ക് ഭയങ്കര ഒരു അതിലെന്തെങ്കിലും അഴുക്ക് പറ്റുമോ എന്നുള്ള, അതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലും ആരെങ്കിലും നോട്ട്സൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് എടുത്താലും എനിക്ക് ഭയങ്കര വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചനയാണ് അത്ര, അതിലെന്തെങ്കിലും അഴുക്ക് വരുമോ. അതായത് ഇങ്ങനെ പുതിയ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ബുക്സ് ആയിരിക്കും, നോട്ടായാലും ടെക്സ്റ്റ് ആയാലും. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് ആദ്യം അതൊക്കെ ചെക്ക് ചെയ്യുന്നു, അതിലെന്തെങ്കിലും അഴുക്ക് വന്നോ, എന്നിട്ട് വേഗം അതിൻ്റെ കവറൊക്കെ മാറ്റി വേറൊരു കവർ എടുത്തിടുക. അതേപോലെ ബുക്സൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ഇങ്ങനെ ലൈൻ അതിൻ്റെ അറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഒരുപോലെ ഇരിക്കണം. അതിൽ ഒരെണ്ണം ചെരിഞ്ഞിട്ടോ അങ്ങനെ നീങ്ങിയിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഏത് സമയവും എൻ്റെ ടേബിളിലെ ബുക്സ് ഒരുപോലെയാണ് അത്ര ഇരിക്കുക. അതിൽ എന്തെങ്കിലും ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീക്കി വെച്ച് അത് ഒരേപോലെ ആക്കി, അങ്ങനെയൊക്കെയുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. അതിങ്ങനെ വലുതായപ്പോഴും ആ ശീലം ഇങ്ങനെ കൂടെ ഉള്ളത് കാരണം കൂടെ അങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ. പിന്നെ തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പിന്നെ നമ്മൾ മുട്ടുതീയൊക്കെ നടന്ന് അങ്ങനെ ഉള്ള സമയത്ത് തന്നെ ചേച്ചി ഏട്ടനൊക്കെ സ്കൂളിലൊക്കെ പോയി പിന്നെ അമ്മയും ഞാനും മാത്രമാവില്ലേ വീട്ടിൽ. അപ്പോൾ അമ്മ കുളിക്കാനൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ വേറെ ആരും ഉണ്ടാവില്ലല്ലോ വീട്ടിൽ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിച്ചണിൽ എല്ലാ ഡോറും ഇങ്ങനെ അടച്ചിട്ട് റൂമിലിടാൻ പറ്റില്ല, നമ്മൾ കുളിക്കാനൊക്കെ കയറുമ്പോൾ. അപ്പോൾ എന്താണ് കിച്ചണിലേക്കോ അവിടേക്കൊന്നും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന 2 കട്ടിൽ ഏതെങ്കിലും ഇപ്പോൾ ഉമ്മർത്തിരിക്കുക അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം എന്തെങ്കിലും കരി പിടിച്ച തുണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചളി പിടിച്ച തുണികളോ അപ്പുറം ഇപ്പുറം കൊണ്ടുവയ്ക്കും 2 കട്ടിൽപ്പെടുന്ന സ്ഥലത്തും. അപ്പൊ ഞാൻ എങ്ങോട്ടും പോയില്ല, അതിനെ നോക്കിയിരുന്നിട്ട് വൊമിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും, അത്ര ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അത് തൊട് അതിൻ്റെ അടുത്തേക്ക് വരിക ഒന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ശീലമുള്ള അങ്ങനെയൊക്കെ ഒരു ശീലങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പം തുടങ്ങിയിട്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായാലും അത് വീട്ടിൽ അമ്മ ശീലിപ്പിച്ചെടുത്തതായിരിക്കും. അതേപോലെ കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് കുളി കഴിഞ്ഞാൽ കണ്ണെഴുതി പൊട്ട് തൊട്ട് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി അങ്ങനെ നടക്കണം എന്നുള്ള രീതിയും എനിക്ക് അമ്മ പറഞ്ഞു തന്നതാണ്. അത് ചെറുപ്പം തുടങ്ങിയിട്ട് അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അതങ്ങനെ ഒരു ശീലമാണ്, ചെറുപ്പം തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് അങ്ങനെ നടക്കുക എന്നുള്ളത്. കീറിയതോ ഒന്നും വല്ലാണ്ട് പഴകിയ ഡ്രസ്സുകളോ അങ്ങനെയൊന്നും വീട്ടിലിട്ട് നമ്മളെ കാണുമ്പോൾ ഒരു
നമ്മൾ വീട് എല്ലാവരും പറയും വീട് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം, വീട് നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണം. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും ഇതൊക്കെ വേണ്ടേ? വീട്ടുകാരി ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ വീട്ടിലിരിക്കും. ചിലർക്ക് അതായിരിക്കും കേട്ടോ ഇഷ്ടം. അവരവരുടെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുക എങ്ങനെയാണെങ്കിലും നമ്മളുടെ സ്വന്തം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാനുള്ളതല്ലേ വീട് എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അതവർ അവരുടെ രീതിയിൽ ശരിയാണ്. അതൊരു തെറ്റുള്ള കാര്യമല്ല. ഓരോരുത്തരുടെ മനസ്സിന് യോജിച്ച രീതിയിൽ തന്നെ വേണ്ടേ അവർ അവരുടെ ലൈഫ് കൊണ്ട് പോവാൻ. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം ഇങ്ങനെയാണ്. ഞാനിത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നുമല്ല. ഇത് ചെറുപ്പം തുടങ്ങിയിട്ടേ ഉള്ള ഒരു എൻ്റെ കൂടെയുള്ള ഒരു കാര്യങ്ങളാണ്, ഈ ശീലങ്ങളാണ് ഇതൊക്കെ. പിന്നെ എൻ്റെ ഒരു എന്നെ കാണുമ്പോൾ ഒരു ജാഡ ലുക്ക് അതും ശരി തന്നെയായിരിക്കും. ഞാനിങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ, സംസാരിക്കാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണെന്ന്. ഇപ്പൊ ഇത് പറയണത് നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഈ വീഡിയോയിൽ ഈ സംസാരിക്കുന്നത് നോക്കണ്ട. ഞാൻ പൊതുവേ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്നൊരു രക്ഷപ്പെടലായിരിക്കും ഞാൻ, അതിന് വേണ്ടിയിട്ടായിരിക്കാം ഞാൻ ചിലപ്പോ കുറച്ചൊരു ജാഡ ലുക്കിലേക്ക് മാറിയത്. അതായത് അവരുടെ അടുത്ത് അധികം സംസാരിക്കാതെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതായിരിക്കും ഭയങ്കര ജാടയാണല്ലോ എന്ന്. അപ്പൊ അതും എനിക്കൊരു അത് നല്ല കാര്യമായിട്ട് തോന്നി. അവരും വന്നിട്ട് ഇങ്ങോട്ട് അധികം വന്ന് വർത്താനം പറയണില്ലല്ലോ. അപ്പോൾ ഞാൻ ആ രീതി അങ്ങനെ എനിക്ക് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആയതായിരിക്കും ആ ജാഡ ലുക്ക്. ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കും, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഈ ജാഡ ലുക്ക് ഒരു തരത്തിലൊരു അനുഗ്രഹമാണ്. വല്ലാണ്ട് ആൾക്കാർ വേണ്ടതിനും വേണ്ടാത്തതിനും കയറിയിട്ടൊരു ഇടപെടലുണ്ടല്ലോ, നമ്മളെ ഭയങ്കര ഒരു ഇൻ്റർഫിയർ ചെയ്യല്. അത് എൻ്റെ നേർക്ക് വളരെ കുറവാണ്. അത് അപ്പോൾ എനിക്ക് ജാഡ ലുക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ രീതികളും സ്വഭാവ രീതികളും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കുറേയൊക്കെ പറഞ്ഞില്ലേ. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നെ പറ്റി തോന്നിയിരിക്കുന്നത് ഒന്ന് കമൻ്റ് ആയിട്ടിട്ടെ നോക്കട്ടെ. ഇത്ര കാലത്തെ പരിചയമല്ലേ എന്നെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും സത്യസന്ധമായ കമൻസുകൾ പോരട്ടെ. ഇനിയിപ്പം എനിക്ക് വല്ല നെഗറ്റീവായിട്ട് തോന്നുമോ ഒന്നും വിചാരിക്കുന്നു വേണ്ട. ഞാൻ പറഞ്ഞിട്ടാണല്ലോ, എഴുതിക്കോളൂ, ധൈര്യമായിട്ട് എഴുതിക്കോളൂ. ഹലോ, അച്ഛൻ പറഞ്ഞു നീ ഇപ്പോൾ വരുന്നു. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അച്ഛന് മെസ്സേജ് ഉണ്ടായിണ്ടാവും. നീ എത്തിയിട്ട് അങ്ങോട്ട് മെസ്സേജ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. ടീച്ചർക്ക് ഇൻഫോം ചെയ്യണം അത്ര. ടീച്ചർ അതെ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇനി ഞാൻ സൂര്യനെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അവൻ സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുവരുന്നല്ലോ, അതൊക്കെ കഴിക്കാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അപ്പം അങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പോഴാണ് തലേന്നത്തെ ചക്കക്കൂട്ടൻ ചൂടാക്കി എടുത്തിട്ടില്ലല്ലോ ഓർമ്മ വന്നത്. അപ്പോൾ തലേന്ന് വെച്ചതായിരുന്നു ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കക്കൂട്ടൻ. അപ്പോൾ അതും കൂട്ടി പിന്നെ ഉപ്പേരി, കറി ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതിപ്പോൾ ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം ചൂടാറിയിട്ടുണ്ടായിരിക്കും. രാവിലെ ഒരു 8 മണിയുടെ സമയത്ത് വെച്ചതല്ലേ, ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയി കിട്ടണം. ചെറിയ ചൂടൊന്നും പാടില്ല. അപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും ചൂടോർക്കനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ റൂം ടെമ്പറേച്ചറിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. സൂര്യൻ ചോറിൻ്റെ വഴിക്ക് തന്നെ കിടക്കാൻ പോയിരിക്കണം. അവൻ ഉച്ചയ്ക്ക് നല്ല വെയിലത്തങ്ങ് കയറി വന്ന കാരണേ അവനൊന്ന് ഒരു ഉറക്കം വരുന്നോന്നോ ക്ഷീണമെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മ വാ കൂടെ കിടക്കാൻ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വരാം, നീ പോയി കിടന്നോ എന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാനും നീ വല്ല എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാനും അവൻ്റെ ഒപ്പം കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. അധികം കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരും. ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മൂഡ് പോകും. ഉറങ്ങാറില്ല, ഞാൻ പകൽ ഉറങ്ങാറില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റു. അവങ്ങനെ അവനൊരു ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എണീറ്റ് പോരും. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഞാൻ പറമ്പിലേക്ക് ഇല കീറാൻ വേണ്ടിയിട്ട്, വാഴൻ്റെ ഇല കീറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇന്നിപ്പോൾ രാവിലത്തെ ഫുഡൊന്നും ബാക്കിയില്ല. മറ്റേത് അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ
4 മണിക്ക് അവൻ കഴിച്ചോളും. അപ്പോൾ ഇന്നിപ്പോൾ പുട്ട് കണ്ടില്ലേ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അട ഉണ്ടാക്കാം. അതിലേക്ക് എന്താ പഴം വരട്ടിയത് ഇരിപ്പുണ്ട്. ശർക്കര ഇട്ടതല്ല, പഞ്ചസാര ഇട്ടിട്ട് വരട്ടി വെച്ചതുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ് പായസത്തിലേക്കൊക്കെ ശർക്കര ഇട്ടതാണ് നല്ലത്. ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് വരട്ടിയത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. നമ്മളിപ്പോൾ ശർക്കര ആരോഗ്യത്തിന് പഞ്ചസാര മോശം, ശർക്കര നല്ലത് എന്നൊക്കെ പറയും. അതവിടെ മാറ്റി നിർത്തുകയാണെങ്കിൽ, ടേസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഞ്ചസാര ഇട്ടത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. പിന്നെ ഇല സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ കഴുകാറുണ്ട്. അതങ്ങനെ കഴുകണം എന്നൊന്നും ഇല്ല തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു ശീലങ്ങളാണത്. അങ്ങനെ അങ്ങനെ വിചാരിക്കും, അതിൽ അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ. അങ്ങനെ ആയി പോണതാണ്, അല്ലാണ്ടൊന്നും അല്ല കേട്ടോ. ഇത് അട ഉണ്ടാക്കാനുള്ള മാവ് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കാറ്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട്. അപ്പം പൊടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ അങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് കുഴച്ച് വയ്ക്കുക ചെയ്യുക. ഈ പാനിലിരിക്കുന്ന വെള്ളം പഴം വരട്ടി വെച്ചതല്ലേ, അത് ഫ്രീസറിൽ ഇരിക്കുകയാണ്, അത് നല്ലോണം കട്ടിയായി. അപ്പം അത് ഒന്നുകൂടി വെള്ളം തിളച്ചതിന് ശേഷം അതിലിട്ടിട്ട് ഒന്നുകൂടി അങ്ങ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പാകമായിട്ട് കിട്ടുമല്ലോ. ഇതിപ്പോൾ കുറച്ച് പഴം വരട്ടിയതേ ഉള്ളൂ, അതിപ്പോൾ ഒരു 3 അടയ്ക്കുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ ഉള്ള അട 2-3 എണ്ണം ഇങ്ങനെ മധുരം തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് പഴം ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഈ അട നമുക്ക് ചുട്ടെടുക്കും ചെയ്യാം, പിന്നെ ആവിയിൽ വേവിച്ചെടുക്കും ചെയ്യാം. ഞാനിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുക, ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ചുട്ടെടുക്കുന്നതിനും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇല ഇങ്ങനെ ഒരു കരിഞ്ഞതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും, അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഏലയ്ക്ക് ഉണ്ടാവുക. അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ഒക്കെ നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കാരനായിരിക്കും ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുള്ള അടയാണ് ഇവിടെ എല്ലാവർക്കും അധികം ഇഷ്ടം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മറക്കണ്ട, ചോദ്യമല്ല, ഓരോരുത്തർക്കുള്ള അഭിപ്രായങ്ങൾ എന്നെക്കുറിച്ചിട്ടുള്ള. ഇപ്പം നമ്മൾ കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ വലിയ പരിചയത്തിൽ ഇങ്ങനെ പോകുന്നു, നേരിട്ട് കണ്ടിട്ടില്ല എന്നല്ലേ ഉള്ളൂ. എന്നാലും കുറേ കാര്യങ്ങൾ എന്നെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഓരോരുത്തർക്ക് ഓരോ ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്നെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അതെന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു പോകും. അപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എനിക്ക് ഇതല്ലേ വഴിയുള്ളൂ, ഈ കമൻസ് കൂടെ അറിയാനുള്ളത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ വിളക്കെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. സൂര്യൻ പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കും, അങ്ങനെയൊക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.